വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. അൺചെയിൻഡ് ലവ് എന്ന ഡ്രാമയുടെ 4ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ മുറോങ് ഇൻലുവിനെ കാണാൻ എത്തിയിരുന്നു എന്നറിഞ്ഞ് ദുവ അസ്വസ്ഥതയോടെ വേഗം അവിടേക്ക് പോകുന്നു. മുറോങ് നൽകിയ വിളക്ക് അവൾ മുറിയിൽ തൂക്കിടാൻ തുടങ്ങുന്ന സമയത്താണ് അവൻ ചെന്നത്. അത് അവളുടെ കയ്യിൽ ഇരിക്കുന്നത് കണ്ടപ്പോഴേ അവന് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ പിന്നെ എപ്പോഴും കാണുന്ന വിധത്തിൽ മുറിയിൽ തൂക്കിടുന്നതിനെ കുറിച്ച് പറയണ്ടല്ലോ. അവൾ ഓരോ സ്ഥലത്ത് അത് ഇടാൻ തുടങ്ങിയപ്പോഴും ഫാങ്ഷി ശരിയല്ല, അവിടെ ഇട്ടാൽ ശരിയാകില്ല എന്ന് പറഞ്ഞ് അവൻ എതിർക്കുന്നു. പറഞ്ഞ് അവസാനം പുറത്തെവിടെയെങ്കിലും തൂക്കിയിടേണ്ടിരുന്ന വിളക്ക് ബെഡ്റൂമിലാണ് അവൾ ഇട്ടത്. ഇത്തരം വിളക്കുകൾ ഉപയോഗിക്കുന്ന വിലക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവൻ അത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഇത് രാജാവ് നേരിട്ട് തന്ന സമ്മാനമാണെന്ന് പറഞ്ഞ് അവൾ തിരികെ വാങ്ങുന്നു. രാജാവിനോട് അടുക്കുന്നതിന് അവൾക്ക് താല്പര്യമില്ല എന്നാണ് കരുതിയിരുന്നത്. ശരിക്കും താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടാക്കാം എന്നവൻ പറഞ്ഞപ്പോൾ അവൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു അടുപ്പമല്ല ആഗ്രഹിക്കുന്നത്. ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണമെന്ന് മാത്രമേ കരുതിയുള്ളൂ. ഇപ്പോൾ അവൻ സപ്പോർട്ട് ചെയ്യുന്നതുപോലെ കുറച്ചുകൂടി ശക്തനായ രാജാവിൻ്റെ സപ്പോർട്ട് കൂടി ഉണ്ടായിരിക്കുന്നത് നല്ല കാര്യമല്ലേ. അതുകൊണ്ടാണ് സൗഹൃദത്തോടെ അദ്ദേഹത്തോട് സംസാരിച്ചത് എന്ന് അവൾ വ്യക്തമാക്കുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അയക്കരുതെന്നും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. പുറമേയുള്ള കാര്യങ്ങളെ തടസ്സപ്പെടുത്തി നിർത്താൻ കഴിയുമെങ്കിലും രാജാവിൻ്റെ മനസ്സിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് അദ്ദേഹവുമായി അടുക്കരുത് എന്നവൻ വാണിംഗ് കൊടുക്കുന്നുണ്ട്. രാജാവിൻ്റെ ശല്യം തൽക്കാലം ഒഴിവാക്കാൻ അവൾ തന്നെ അവനൊരു മാർഗം പറഞ്ഞു കൊടുക്കുന്നു. പഴയ രാജാവിൻ്റെ വിധവമാരിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഇപ്പോൾ അവൾ മാത്രമേ കൊട്ടാരത്തിൽ താമസമുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം കൊട്ടാരത്തിൻ്റെ വകയുള്ള മുസോളിയത്തിലേക്ക് താമസം മാറിക്കഴിഞ്ഞു. മുറോങ് രാജാവായി അധികാരം ഏറ്റെടുത്ത് അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ സ്വന്തം സഹോദരൻ്റെ ഭാര്യയെ വളച്ചെടുക്കാൻ ശ്രമിക്കുക ശരിയല്ല എന്ന് അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എന്നെ കൂടി മുസോളിയത്തിലേക്ക് അയക്കാൻ അവസരമുണ്ടാക്കണം എന്ന് അവൾ അവനോട് പറയുന്നു. അവൾ കൊട്ടാരത്തിൽ നിന്ന് പോകുന്നതിനോട് അവനധികം താല്പര്യമില്ലാത്തതുകൊണ്ട് അവനതിന് ഓക്കെ ഒന്നും പറയാതെയാണ് പോയത്. പോയപ്പോൾ ആ വിളക്കും എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. മുറോങ് ഇല്ലുവിനോട് അടുക്കുന്നത് തൽക്കാലം തടയാൻ അവൻ തന്നെ ഒരു വഴി കണ്ടെത്തുന്നു. ഇല്ലു പറഞ്ഞതുപോലെ തന്നെ രാജാവ് സഹോദരൻ്റെ ഭാര്യയെ വളച്ചെടുക്കാൻ ശ്രമിക്കുകയാണെന്നൊരു റൂമർ കൊട്ടാരത്തിനുള്ളിൽ പറഞ്ഞു വരുത്താൻ അവൻ തന്നെ ആളെ ഏർപ്പാടാക്കുന്നു. രാജാവിൻ്റെ ചെവിയിൽ അത് എത്താൻ വേണ്ടതും അവൻ ചെയ്യുന്നുണ്ട്. വിവരം പറഞ്ഞ് മുറോങ് അവനെ വിളിപ്പിക്കുന്നു. അയാൾ അവളിൽ നിന്ന് കുറച്ച് അകലം പാലിക്കാൻ വേണ്ടിയാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്തതെങ്കിലും രാജ്യത്തിനകത്തുള്ള ഏത് പെണ്ണിനെ വേണമെങ്കിലും സ്വന്തമാക്കാനുള്ള അധികാരം രാജാവിനുണ്ട്. അക്കാര്യത്തിൽ ആരുടെയും എതിർപ്പിനെ വകവെക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് സൺ മുറോങ്ങിനെ എരികയറ്റി കൊടുക്കുന്നതിനാൽ ദുവയുടെ ഉദ്ദേശം നടക്കുന്നില്ല. മാത്രമല്ല മുറോങ് അപ്പോൾ തന്നെ ഇല്ലുവിനെ കാണാനായി പോവുകയും ചെയ്യുന്നു. ദുവയും പുറകെ പോകുന്നുണ്ട്. മുറോങ് നേരെ ഇല്ലുവിൻ്റെ മുറിയിലേക്ക് അടിച്ച് അവളെ കെട്ടിപ്പിടിച്ചിട്ട് ആരൊക്കെ എന്തൊക്കെ എതിർപ്പുകൾ പറഞ്ഞാലും അവളെ ഭാര്യയാക്കാനാണ് ആഗ്രഹിക്കുന്നത്. എതിർക്കുന്നവരെ ഒന്നും വകവെക്കേണ്ട, അവരെയൊക്കെ അടിച്ചമർത്താൻ രാജാവായി എനിക്ക് കഴിയുമെന്ന് അയാൾ പറയുന്നു. അയാൾ അവളെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട് അവിടേക്ക് കയറുന്ന ദുവ ദേഷ്യ സഹിക്കുവാതെ വാളിലെ പിടിയൊന്നും മുറുക്കുന്നുണ്ട്. രാജാവായതുകൊണ്ട് മാത്രം അവൻ ക്ഷമിച്ചു നിൽക്കുകയാണ്. അവൻ വന്നത് അവർ കണ്ടിട്ടില്ല. ഇല്ലു പക്ഷേ അദ്ദേഹത്തിൻ്റെ കൺസൾട്ടാക്കാൻ താല്പര്യമില്ലാന്ന് തുറന്നു പറയുന്നു. രാജകുടുംബത്തിൻ്റെ ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്നില്ല, സ്വന്തമായി ജീവിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് അതിനനുവദിക്കുന്ന വിധത്തിൽ പഴയ രാജാവിൻ്റെ മറ്റ് വിധവകളെ പോലെ ഇമ്പീരിയൽ മുസോളിയത്തിലേക്ക് പോകാൻ അനുവദിക്കണം എന്ന് അവൾ അപേക്ഷിക്കുന്നു. അവളുടെ ഇഷ്ടത്തിനെതിരെ നിന്ന് അവളെ ബലം പ്രയോഗിച്ച് സ്വന്തമാക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹം അത് സമ്മതിക്കുന്നു. അതോടെ ദുവ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. പക്ഷേ അവൾ കൊട്ടാരം വിട്ടു പോവുകയാണെന്നുള്ള കാര്യം അവനെ വിഷമത്തിലാക്കുന്നു. രാജകൊട്ടാരത്തിലെ സുഖങ്ങളൊക്കെ ഉപേക്ഷിച്ച് മുസോളിയത്തിലേക്ക് പോകുന്നത് വളരെ വിഷമമുള്ള കാര്യമായതിനാൽ അത്രയും കാലം അവിടെ നിന്ന് പോയിട്ടുള്ളവരൊക്കെ കരഞ്ഞുകൊണ്ടാണ് യാത്ര പുറപ്പെട്ടിട്ടുള്ളത്. പക്ഷേ തടവറയിൽ നിന്ന് രക്ഷപ്പെടുന്ന സന്തോഷത്തോടെയാണ് ഇല്ലു യാത്രയ്ക്ക് തയ്യാറായി ഇറങ്ങി വന്നത്. അത്രയും കാലത്തെ അവളുടെ സമ്പാദ്യവും കൊണ്ടുപോകാൻ എടുത്തിരുന്നു. കൂടെ ചെല്ലേണ്ട ആവശ്യമില്ല എന്ന് അവൾ പറഞ്ഞിട്ടും രാജകൽപ്പനയാണെന്ന് പറഞ്ഞ് അവളെ അവിടെ എത്തിക്കാൻ ദുവ നേരിട്ട് കൂടെ ചെല്ലുന്നു. കൊട്ടാരത്തിന് പുറത്തിറങ്ങിയിട്ട് കുറേ കാലമായതിനാൽ ചെറുതായി ഷോപ്പിംഗ് നടത്തിയേക്കാമെന്ന് കരുതി ഇല്ലു വഴിയിൽ ഇറങ്ങുന്നു. പക്ഷേ അവളുടെ കൂടെയുള്ള ദുബയെ കണ്ട് കച്ചവടക്കാരെല്ലാം ഓടി ഒളിക്കുന്നതിനാൽ അവൾക്കൊന്നും വാങ്ങാൻ കഴിയുന്നില്ല. ചായ കുടിക്കാമെന്ന് കരുതി ഒരു കടയിൽ കയറിയപ്പോഴും അത് തന്നെയാണ് അവസ്ഥ. മാത്രമല്ല അവൾ ചായ ഒഴിച്ച് കുടിക്കാൻ തുടങ്ങിയപ്പോൾ തുറസായ സ്ഥലത്ത് തുറന്നിരിക്കുന്നതാണ് എന്ന് പറഞ്ഞ് അവൻ അതിനും സമ്മതിക്കുന്നില്ല. മുസോളിയത്തിന് മുന്നിലെത്തിയപ്പോൾ അച്ഛനും അമ്മയും താമസിക്കുന്ന സിറ്റി അടുത്താണ് എന്ന് ഇല്ലു പറയുന്നുണ്ട്. പക്ഷേ മുസോളിയത്തിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തിരികെ ഇറങ്ങാൻ കഴിയില്ല. അവിടെ താമസിക്കാനെത്തുന്ന രാജകുടുംബാംഗങ്ങൾ മരണം വരെ അവിടെ തന്നെ താമസിക്കണം എന്നാണ് നിയമം. അമ്മയെ കാണാൻ ആഗ്രഹമുണ്ടോ എന്ന് തോങ് ചോദിച്ചപ്പോൾ സുഖമില്ലാതിരുന്ന അമ്മയെ ചികിത്സിക്കാൻ രണ്ടാനമ്മ നല്ല ഡോക്ടർമാരെ ഏർപ്പെടുത്താമെന്ന് വാക്കുകൊടുത്തനുസരിച്ച് അവളുടെ മകൾക്ക് പകരം അമ്മയുടെ അനുവാദമില്ലാതെയാണ് ഞാൻ കൊട്ടാരത്തിലേക്ക് വന്നത്. അതുകൊണ്ട് അമ്മ എന്നെ കണ്ടാൽ സന്തോഷത്തോടെ സ്വീകരിക്കാൻ തയ്യാറാകണമെന്നില്ല. പോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് ഇല്ലു പറയുന്നു. ദുബായ് ഇനി കാണേണ്ടി വരില്ല എന്നാണ് അവൾ കരുതിയിരുന്നത്. പക്ഷേ അടുത്ത ദിവസം 15-ാം തീയതി വൈകിട്ട് 5 മണിക്ക് അവിടെ വെച്ച് വീണ്ടും കാണാമെന്ന് പറഞ്ഞിട്ടാണ് അവൻ പോയത്. അതിൻ്റെ ആവശ്യമില്ല എന്നവൾ പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും അവനൊന്നും മൈൻഡ് ചെയ്യാതെ പോകുന്നു. മുസോളിയത്തിനുള്ളിൽ അവൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ട ഏർപ്പാടുകളും അവൻ ചെയ്യിച്ചിരുന്നു. ഇല്ലു അകത്തേക്ക് കയറിച്ചപ്പോൾ തന്നെ മുമ്പ് തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടവരിൽ നിന്ന് അവൾ കാരണം രക്ഷപ്പെട്ട ലീ ഓടി അവളുടെ അടുത്തേക്ക് വരുന്നു. ഇല്ലുവിനെ ജീവനോടെ കാണാൻ പറ്റിയ സന്തോഷം അവൾ പങ്കുവയ്ക്കുന്നുണ്ട്. നമ്മളെപ്പോലുള്ളവർക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലമല്ല ഇത് എന്ന രീതിയിലാണ് മുസോളിയത്തെക്കുറിച്ച് ലീ അവൾക്ക് വിവരങ്ങൾ നൽകിയത്. കൊട്ടാരത്തിൽ താമസിച്ചിരുന്ന പോലെ അച്ചടക്കത്തോടെ ഒന്നുമല്ല ഇവിടെയുള്ളവർ താമസിക്കുന്നത്. ഫുൾ ടൈം ചൂതുകളിലും മറ്റും മുഴുകി അലസമായ ജീവിതമാണ് നയിക്കുന്നത് എന്നൊക്കെ ലീ വലിയ വിഷമത്തോടെയാണ് അവളോട് പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഒരു ജീവിതം ജീവിക്കാൻ തന്നെയാണ് ഇല്ലു ആഗ്രഹിച്ചിരുന്നത്. വന്ന് മുറിയിലേക്ക് പോലും കയറുന്നതിന് മുമ്പ് അവളും അവർക്കൊപ്പം ഇരുന്ന് കളിക്കാൻ തുടങ്ങുന്നു. അത്രയും നേരം അവരെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ലീ അന്തം വിട്ടാണ് നോക്കി നിന്നത്. രാത്രി വരെ അവൾ അവിടെ ഇരുന്ന് അത് കളിക്കുന്നു. കളിയിൽ അവളുടെ സമ്പാദ്യത്തിൻ്റെ നല്ലൊരു ഭാഗവും നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി നന്നായി കളി പഠിക്കണമെന്ന് മുറിയിലേക്ക് നടക്കുമ്പോൾ അവൾ ടോങ്ങിനോട് പറയുന്നു. ലീ ആണ് അവർക്ക് മുറി കാണിച്ചു കൊടുക്കാനായി കൊണ്ടുപോകുന്നത്. അവർ മുറിയുടെ വാതിക്കലെത്തിയപ്പോഴേക്കും അവിടേക്ക് വന്ന മുസോളിയത്തിൻ്റെ നടത്തിപ്പിൻ്റെ ഉത്തരവാദിത്തമുള്ള യുൻജെ ലീയുടെ കളഞ്ഞുപോയ എന്തോ ആഭരണം തിരികെ കിട്ടിയത് മുറിയിൽ ഇരിക്കുന്നുണ്ട്. അതെടുക്കാനായി കൂടെ ചെല്ലാൻ പറഞ്ഞ് അവളെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു.
അയാളെ കണ്ടപ്പോൾ മുതൽ ലീ ആകെ പേടിച്ചു പറിക്കുന്ന അവസ്ഥയിൽ നിന്നതിനാൽ അയാൾക്കെന്തോ ദുരുദ്ദേശമുണ്ടെന്ന് മനസ്സിലായി ഇല്ലു അവളെ അയാൾക്കൊപ്പം അയക്കാതെ അവളുടെ ആഭരണം തിരികെ കിട്ടിയെന്ന് പറഞ്ഞ് അവളെയും കൊണ്ട് മുറിയിൽ കയറി വാതടയ്ക്കുന്നു. ഇല്ലു തന്നെ എതിർത്തത് അയാളെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടെങ്കിലും അവളെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് നേരത്തെ തന്നെ നിർദ്ദേശം കിട്ടിയിരുന്നതിനാൽ തൽക്കാലം അയാൾ അവൾക്കെതിരെ ഒന്നും ചെയ്യുന്നില്ല. അവളുടെ പുറകിലുള്ളത് ആരാണെന്ന് അയാൾക്ക് വ്യക്തമായി അറിയുകയുമില്ല. ആരാണെന്ന് അറിയുന്നവരെ വെയിറ്റ് ചെയ്യാമെന്ന് അയാൾ തീരുമാനിക്കുന്നു. രാവിലെ തോറും അവിടെ നടക്കാറുള്ള ക്ലാസ്സിന് അടുത്ത ദിവസം ഇല്ലു കുറച്ച് ലേറ്റായാണ് എത്തിയത്. അതൊരു അവസരമായി എടുത്ത് ലിയു അവളെ കുറച്ച് സഹായിച്ച് അവിടുത്തെ രീതികളെക്കുറിച്ച് കുറച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല അന്ന് രാത്രി മുതൽ അവിടുത്തെ നിലവറയിൽ ഓരോരുത്തരായി പോയി രാജാവിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥന നടത്തണം എന്നൊരു പുതിയ തീരുമാനം കൂടി അയാൾ അറിയിക്കുന്നു. അവിടെ താമസിച്ചിരുന്നവർക്കെല്ലാം ആ നിലവറ ഒരു പേടി സ്വപ്നമായിരുന്നു. രാജാവിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിക്കുന്നതും അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നതെല്ലാം അവിടെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ പ്രേതബാധ ഉണ്ട് എന്നാണ് എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത്. അതിനുള്ളിൽ കയറിയിട്ടുള്ളവരൊക്കെ ഒന്നുകിൽ ഭ്രാന്തമായ അവസ്ഥയിലാണ് തിരിച്ചു വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ജീവനോടെ തിരികെ വരാറില്ല. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകണമെന്ന് കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം പേടിക്കുന്നു. നിലവറയുടെ ഭീകരതയെക്കുറിച്ച് ലിയു ഇൻലുവിനും പറഞ്ഞു കൊടുക്കുന്നു. അപ്പോഴാണ് രാത്രിയിൽ അതിനുള്ളിലേക്ക് പോകാൻ അയാൾ ലിയോട് പറഞ്ഞത്. ലീ പേടിയോടെ ഒരു സഹായത്തിനൊന്നും തൊട്ടടുത്തിരുന്ന ഇൻലുവിനെ പിടിച്ചപ്പോൾ എങ്കിൽ ഇന്നൊരു ദിവസത്തേക്ക് ഒരു എക്സ്ക്യൂസ് നൽകാം, രണ്ടുപേരും കൂടി പോയിക്കോളാൻ അയാൾ പറയുന്നു. അയാൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഇല്ലു ചാടിക്കയറി പോകാൻ തയ്യാറാണെന്ന് സമ്മതിക്കുന്നു. അവളെ ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് അയാൾ അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചത്. പക്ഷേ സംഭവിച്ചത് ശരിക്കും അതല്ല. പുതിയൊരു സ്ഥലത്തേക്ക് പോകുന്നതിൻ്റെ ത്രില്ലായിരുന്നു ഇല്ലു അവിടേക്ക് പോയത്. രാജാവിൻ്റെ ഔദ്യോഗിക വസ്ത്രം സൂക്ഷിച്ചിരുന്നതിൻ്റെ വശത്തായി അവൾ കിടക്കുകയും മറുവശത്ത് ലീയെ കിടത്തുകയും ചെയ്യുന്നു. ലീക്ക് നല്ല പേടിയുള്ളതിനാൽ പ്രേതബാധയെക്കുറിച്ച് സംസാരിക്കുകയും പേടി മാറ്റാനായി എന്തെങ്കിലും മന്ത്രങ്ങൾ ഉരുവിട്ടല്ലെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ആ ഐഡിയ ഇല്ലുവിനും ഇഷ്ടപ്പെട്ടെങ്കിലും രണ്ടുപേർക്കും മന്ത്രങ്ങളൊന്നും അറിയില്ല. ചെകുത്താന്മാർക്ക് പോലും ഭയമുള്ള ദുവോയുടെ പേര് ഒരു മന്ത്രം പോലെ ജപിച്ചുകൊണ്ടിരുന്ന പേടി അടുത്തുപോലും വരികയില്ല എന്ന് ഇല്ലു പറഞ്ഞതിനാൽ അവർ രണ്ടുപേരും കൂടി അവൻ്റെ പേര് ഒരു മന്ത്രം പോലെ അവിടെ നിന്ന് ജപിക്കാൻ തുടങ്ങുന്നു. ഇല്ലു കൊട്ടാരം വിട്ടുപോയതിനു ശേഷം ദുവയ്ക്ക് ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങുന്നില്ല എന്ന് തോന്നലാണ്. അവളെ കാണാമെന്ന് പറഞ്ഞിരിക്കുന്ന 15-ാം തീയതിയാകാൻ അവൻ ശരിക്കും ദിവസങ്ങൾ എണ്ണി കഴിയുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. നന്യാനിലെ പ്രിൻസിന് പകരം അയാളുടെ അനിയനെയാണ് ദുവയുടെ ആൾക്കാർക്ക് പിടികിട്ടിയത് എന്ന് മുമ്പ് പറഞ്ഞിരുന്നല്ലോ. ലിയാൻ എന്നാണ് ആ കുമാരൻ്റെ പേര്. ലിയാൻ ചേട്ടൻ്റെ ചാരന്മാരുമായി കോൺടാക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനായി ദുവോ ആളെ ഏർപ്പാടാക്കിയിരുന്നു. അവരെ പോലും കബളിപ്പിച്ച് അവൻ ചാരന്മാരുമായി കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ദുവോ നേരിട്ടെത്തി അത് കൈയോടെ പിടികൂടുന്നു. അവൻ്റെ മേലുള്ള നിരീക്ഷണം ശക്തമാക്കാനും അവൻ നിർദ്ദേശിക്കുന്നു. ഇല്ലുവിനെ കാണാൻ പോകുമ്പോൾ അവൾക്ക് സമ്മാനിക്കാൻ പട്ടമുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കുന്ന തിരക്കിലാണ് ദുവോ ഇപ്പോൾ. അത് പഠിപ്പിക്കാൻ ഒരു മാസ്റ്ററെ തന്നെ അവൻ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ വരെ എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. ഇല്ലുവിനെ ഒരു പാഠം പഠിപ്പിക്കാനായി നിലവറയിലേക്ക് പറഞ്ഞു വെച്ച ലിയോ അവിടെ നിന്ന് നിലവിളിയോ മറ്റോ കേൾക്കുന്നുണ്ടെന്ന് അറിയിക്കാനായി ഒരാളെ ഏർപ്പാടാക്കിയിരിക്കുന്നു. പക്ഷേ അയാൾ പേടിച്ച് സ്വന്തമായി നിലവിളിച്ചല്ലാതെ ഇല്ലുവിന് യാതൊരു കുലുക്കവുമില്ല. ദുവോയുടെ പേര് ഒരു മന്ത്രം പോലെ ചൊല്ലി ലീക്കും ഇപ്പോൾ പേടിയൊക്കെ മാറിയിരിക്കുന്നു. ദുവോ ഇനി കാണുമ്പോൾ പ്രത്യേകം നന്ദി പറഞ്ഞതായി അറിയിക്കണം എന്ന് അവൾ ഇല്ലുവിനോട് പറഞ്ഞേൽപ്പിച്ചിരിക്കുകയാണ്. നിലവറയിൽ നിന്ന് ശബ്ദവും ബഹളമൊന്നും കേൾക്കാത്തതിനാൽ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാൻ ലിയു നേരിട്ട് അവിടേക്ക് എത്തുന്നു. രാജകീയ വസ്ത്രത്തിന് മുകളിൽ കാടുകൾ നിരത്തി കളിക്കുന്ന തിരക്കിലായിരുന്നു ഉറപ്പോൾ. ദൂരെ നിന്ന് അയാളെ കണ്ടപ്പോഴേ രണ്ടുപേരും അതൊക്കെ ഒളിപ്പിച്ച് വെച്ച് എഴുന്നേൽക്കുന്നു. അയാൾ വരുന്ന കണ്ടപ്പോഴേ ഇല്ലു ഒരു മെഴുകുതിരി എടുത്ത് കയ്യിൽ പിടിക്കുന്നുണ്ട്. രാജകീയ വസ്ത്രത്തിന് മുന്നിൽ മെഴുകുതിരിയും പിടിച്ചു നിൽക്കുന്നത് അപകടമാണെന്ന് പറഞ്ഞ അയാൾ വഴക്ക് പറഞ്ഞപ്പോൾ അതവൾ അയാളുടെ നേർക്കെറിയുന്നു. അയാൾ ഒഴിഞ്ഞു മാറിയത് കൊണ്ടൊന്നും സംഭവിച്ചില്ല. പക്ഷേ അതോടെ രണ്ടുപേരുടെയും പ്രാർത്ഥന മതിയാക്കി അയാൾ അവരെ അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ട്. പക്ഷേ ലീ ഇല്ലുവിനെ അവളുടെ മുറിയിലാക്കി സ്വന്തം മുറിയിലേക്ക് പോകുന്ന വഴി ലിയോ അവളെ ബലമായി പിടിച്ച് അയാളുടെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. ലീ അവിടെ എത്തിയ കാലം മുതൽ അയാൾക്ക് അവളിൽ ഒരു നോട്ടമുണ്ട്. മരിക്കേണ്ടിയിരുന്നവരുടെ ലിസ്റ്റിൽ നിന്ന് അവളുടെ പേര് അവളെ അവിടേക്ക് അയക്കണമെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരെ അവൾ ഏതെങ്കിലും വിധത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടാകണം. അതിന് തക്കവണ്ണം സമ്പത്തും ആൾബലവും ഒന്നും ഇല്ലാത്തതിനാൽ സൗന്ദര്യം തന്നെ ആകണം അവൾ അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുക എന്ന മുൻവിധി കാരണമാണ് അയാൾ അവളോട് ഇങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചത്. അവൾ അയാളുടെ ആഗ്രഹത്തിന് വഴങ്ങാതെ ഒഴിഞ്ഞു മാറി ഇത്രയും കാലം പിടിച്ചു നിന്നു. ഇപ്പോഴും അയാൾ അവളെ അതിന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ലുവിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സംശയം തോന്നിയിരുന്നതിനാൽ അവൾ പലതവണ ലിയോട് ചോദിച്ചെങ്കിലും അവളൊന്നും തുറന്നു പറഞ്ഞിരുന്നില്ല. പക്ഷെ ഒന്നും പറയാതെ തന്നെ കാര്യം മനസ്സിലായ ഇല്ലു ടോമിനൊപ്പം തക്ക സമയത്ത് വാതിലിൽ വന്ന് മുട്ടുന്നു. ആരാണെന്നറിയാൻ അയാൾ വാതിൽ തുറന്ന സമയത്ത് അയാൾ കാണുന്നതിന് മുമ്പ് ഒരു ചാക്ക് കൊണ്ട് അയാളുടെ തലവഴി മൂടി അയാളുടെ ബോധം നഷ്ടപ്പെടുന്നവരെ അവൾ അയാളെ ശരിക്കും പെരുമാറുന്നു. ഇനി അയാൾ ഉണരുമ്പോൾ എന്താക്കും സ്ഥിതി എന്നോർത്തായി ഇപ്പോൾ ലിയോയുടെ വെപ്രാളം. പക്ഷേ ഇല്ലുവിൻ്റെ മുന്നിൽ അതിനും വഴിയുണ്ട്. അയാൾക്ക് ബോധം വീണപ്പോൾ മുറിയിൽ അവരെ കൂടാതെ വേറെ കുറേ കൺസൾട്ടുമാരും അവിടെ ഉണ്ടായിരുന്നു. മോഷണത്തിനായി എത്തി ഏതോ കള്ളന്മാർ അയാളെ ഇടിച്ച് വീഴ്ത്തിയതാണ് എന്ന രീതിയിലാണ് ഇല്ലു കാര്യങ്ങൾ അയാളോട് പറഞ്ഞത്. അയാൾ വിശ്വസിക്കാതെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും വിശ്വാസം വരുന്ന രീതിയിൽ അവൾ അതിനെല്ലാം മറുപടി നൽകുന്നുണ്ട്. മാത്രമല്ല അയാൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മുസോളിയത്തിലെ മുഴുവൻ ആളുകളെയും വിവരമറിയിച്ച് മൊത്തത്തിലൊരു അന്വേഷണം നടത്താം. ചാക്ക് ആരുടെയെങ്കിലും കൈവശമുണ്ടെങ്കിൽ അവരെ കൈയോടെ പിടികൂടാം, കൊട്ടാരത്തിലും വിവരം അറിയിക്കാം എന്നൊക്കെ അവൾ നിർദ്ദേശിക്കുന്നു. അവിടെ കൂടിയിരിക്കുന്നവർ തന്നെ തനിക്ക് സംഭവിച്ച ഈ അബദ്ധത്തെക്കുറിച്ച് അറിഞ്ഞു തന്നെ ലിയുവിനെ ആകെ നാണക്കേടിലാക്കിയിരുന്നു. അപ്പോഴാണ് പത്രത്തിൽ പരസ്യം നൽകുന്ന പോലെ എല്ലാവരോടും അതിനെക്കുറിച്ച് പറയാൻ അവർ നിർദ്ദേശിച്ചത്. കൂടുതൽ പേർ വിവരം അറിഞ്ഞ് ആകെ നാണക്കേടാകാതിരിക്കാൻ വേണ്ടി തൽക്കാലം ആരോടും ഇതിനെക്കുറിച്ച് പറയണ്ട, അന്വേഷണം അവിടെ വെച്ച് അവസാനിപ്പിക്കാം എന്നയാൾ പറയുന്നു. അതോടെ ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നുണ്ട്. എന്തായാലും ഈ സംഭവത്തോടെ ലീക്ക് ഇല്ലുവിലുള്ള വിശ്വാസം ഒന്നുകൂടി കൂടിയിരിക്കുന്നു. ലിയുവിൻ്റെ ശല്യത്തെക്കുറിച്ച് അവൾ തുറന്നു പറയുന്നു. നാണക്കേട് കൊണ്ടാണ് ഇതുവരെ പറയാതെ മറച്ചു വെച്ചതെന്നും പറയുന്നുണ്ട്. മറ്റാരും തങ്ങളുടെ സംസാരം കേൾക്കാതിരിക്കാൻ വേണ്ടി ഒഴിഞ്ഞ ഭാഗത്ത് വന്നിരുന്നാണ് രണ്ടുപേരും സംസാരിച്ചത്.
വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ശ്മശാനത്തിലാണ് തിരിക്കുന്നതെന്ന് അവർ ശ്രദ്ധിക്കുന്നത്. അവിടെ കുറെ ശവകുടീരങ്ങൾ കണ്ടെങ്കിലും ഒന്നിലും ആരെയും തിരിച്ചറിയാനായി പേരോ മറ്റു അടയാളങ്ങളൊന്നും കാണാത്തതിനാൽ ഇൻലു അതിനെപ്പറ്റി ചോദിച്ചപ്പോഴാണ് പ്രത്യേകിച്ച് പദവിയൊന്നുമില്ലാത്ത രാജാവിന്റെ കൺസൾട്ടുമാരായി എത്തിപ്പെടുന്നവരുടെ എല്ലാം അവസാനം ഇങ്ങനെ തന്നെയാണ് എന്നറിയുന്നത്. ഇങ്ങനെ ആർക്കും വേണ്ടാതെ ഒറ്റപ്പെട്ട അവസാനം ഇങ്ങനെയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അവൾ അപ്പോൾ പറയുന്നുണ്ട്. അവളുടെ ചെറുപ്പത്തിൽ അമ്മയെ കോൺക്യൂബിനായി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് അച്ഛൻ പലതവണ പറഞ്ഞെങ്കിലും അങ്ങനെ വീടിനുള്ളിൽ തളച്ചിടപ്പെടാൻ ആഗ്രഹമില്ല എന്ന് അവരോട് പറഞ്ഞ് അവളുടെ അമ്മ അതിനെ എതിർക്കുന്നു. അതിന്റെ പേരിൽ അച്ഛൻ പലതവണ അവരോട് വഴക്കുണ്ടാക്കിയിട്ട് തീരുമാനം മാറ്റാൻ അവർ തയ്യാറായിട്ടില്ല. അച്ഛൻ അതിനെ അമ്മയെ ശിക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ പലതവണ അവൾ ഇടപെട്ടിട്ടുണ്ട്. എനിക്ക് സംഭവിച്ചതുപോലെ ഒരു ജീവിതം എൻ്റെ മകൾക്കെങ്കിലും ഉണ്ടാകരുതെന്ന് അമ്മ പറയുമായിരുന്നു. എന്നെപ്പോലെ ആരുടെയെങ്കിലും കൺസൾട്ടായോ കോൺക്യൂബിനായോ കഴിയാതെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് സ്വതന്ത്രമായി സന്തോഷത്തോടെ ജീവിക്കണമെന്ന് അമ്മ എപ്പോഴും അവളോട് പറയുമായിരുന്നു. ഒരു ദിവസം മുസോളിയത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തുപോയി സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുമെന്ന് അതൊക്കെ ഓർത്തുകൊണ്ട് അവൾ അപ്പോൾ ലിയോയോട് പറയുന്നു. അതൊക്കെ കഴിഞ്ഞ് തിരികെ റൂമിലെത്തി ടോമിനോട് സംസാരിക്കുന്ന കൂട്ടത്തിലാണ് ദുവോ തമ്മിൽ കാണാമെന്ന് പറഞ്ഞിരിക്കുന്ന 15-ാം തീയതി നാളെയാണ് എന്ന് അവൾ ഓർക്കുന്നത്. ലിയാനെ സഹായിക്കാൻ ശ്രമിച്ച ചാരന്മാരെ ചോദ്യം ചെയ്തതിൽ നിന്ന് നന്യാനിലെ പ്രിൻസിനെ മുഴുവൻ ചാരന്മാരുടെ സംഘത്തെയും നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു ജൈഡ് പാറ്റന്റ് ലിയാന്റെ കൈവശമുണ്ടെന്ന് ദുവോ അറിയുന്നു. അതെങ്ങനെയെങ്കിലും കൈക്കലാക്കാനുള്ള വഴിയെപ്പറ്റി അവർ ആലോചിക്കുന്നു. ഇല്ലു കാണാൻ പോകാമെന്ന് പറഞ്ഞതനുസരിച്ച് ദുവോ അവൾക്ക് വേണ്ടി റെഡിയാക്കിയ പട്ടം ആരും കാണാത്ത രീതിയിൽ കയ്യിൽ പിടിച്ച് അതുപോലെ തനിച്ചവിടേക്ക് പോകാൻ ഇറങ്ങുന്നു. 24 മണിക്കൂറും അവൻ്റെ കൂടെ തന്നെയുള്ള കാവയുടെ എവിടേക്കാണ് പോകുന്നതെന്ന് പറയാതെയാണ് അവൻ പോകാനായി തയ്യാറെടുത്തത്. അതുകൊണ്ട് തന്നെ അവൻ യാത്രയുടെ ഉദ്ദേശം അറിയാൻ വേണ്ടി കാവ കുറച്ച് പുതിയ ഡ്രസ്സൊക്കെ റെഡിയാക്കി അതിൽ നിന്ന് ഏതെങ്കിലും ധരിച്ചുകൊണ്ട് പോകാൻ പറയുന്നു. അങ്ങനെ അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവൻ ഡ്രസ് ചേഞ്ച് ചെയ്ത് പോകാനായി ഇറങ്ങിയപ്പോഴാണ് ലിയാൻ അവനെ തടവിൽ പാർപ്പിച്ചെടുത്ത് നിന്ന് ഫുട്ബോൾ കളിക്കാനായി പോയിരിക്കുന്നതെന്ന് അറിയുന്നത്. ദുബായ്ക്ക് അവിടേക്ക് പോകേണ്ടി വരുന്നുണ്ട്. ഗ്രൗണ്ടിലെത്തിയപ്പോൾ ലിയാൻ കളിയിൽ തോൽപ്പിക്കാനായി അവനെ വെല്ലുവിളിക്കുന്നു. ലിയാൻ്റെ കൈവശമുള്ള ജെയ്ഡ് പാറ്റന്റ് സ്വന്തമാക്കാൻ ഒരു അവസരമാണ് തോന്നിയതിനാൽ ദുവോ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. അവൻ്റെ കൈവശവും ഒരു ജെയ്ഡ് പാറ്റന്റ് ഉണ്ട്. വിജയിക്കുന്നവർക്ക് അതിനെ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് ആദ്യമേ തന്നെ അവർ കരാറുണ്ടാക്കുന്നു. അതിനുശേഷമാണ് കളി തുടങ്ങിയത്. പക്ഷേ കൊട്ടാരത്തിലെ ജോലികൾ മാത്രം ചെയ്ത് ശീലമുള്ള അവൻ്റെ കളിക്കാർക്ക് അധിക സമയം അവരോട് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അവർ തോൽക്കുമെന്നായ സമയത്താണ് വാൻ അവിടെ എത്തിയത്. ദുബോയുടെ ഉദ്ദേശം മനസ്സിലായ അവൾ അവനെ സഹായിക്കാൻ വേണ്ടി ലിയാനെ ചലഞ്ച് ചെയ്ത് അവനൊപ്പം തനിച്ച് മത്സരത്തിന് ഇറങ്ങുന്നു. വാൻ ആ കളിയിൽ ശരിക്കും ഒരു പ്രൊഫഷണൽ തന്നെയായിരുന്നു. രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ മത്സരം തന്നെ നടക്കുന്നുണ്ട്. കളിക്കിടയിൽ ലിയാൻ്റെ മുകളിൽ കൂടി ചാടി 1-2 തവണ അവൾ ഗോൾ അടിച്ചിരുന്നു. അവളുടെ മുഖം അടുത്ത് വന്ന സമയത്തൊക്കെ അവൻ്റെ മനസ്സിൽ മറ്റെന്തൊക്കെയോ ഫീലിംഗ് തോന്നുന്നു. കളിയിൽ വാൻ തന്നെയാണ് ജയിച്ചത്. ജെയ്ഡ് പാറ്റന്റ് അവൾക്ക് നൽകിയിട്ട് ലിയാൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ദുബോയ്ക്ക് എന്തിനാണ് പെല്ലൻ എന്ന് ചോദിച്ചറിഞ്ഞിട്ട് വാൻ അത് അവൾക്ക് നൽകുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായതുകൊണ്ട് ലിയാൻ അത് തിരികെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതുപോലെയുള്ള ഡ്യൂപ്ലിക്കേറ്റ് ഒരെണ്ണം ഉണ്ടാക്കണമെന്നും അവൾ ആവശ്യപ്പെടുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞാണ് ദുബോ മുസോളിയത്തിലേക്ക് പോകാൻ ഇറങ്ങിയത്. ഇല്ലു ഈ സമയം അവനെ പ്രതീക്ഷിച്ച് ഗേറ്റിനടുത്ത് നിന്നിരുന്നു. പറഞ്ഞൊരു സമയമൊക്കെ കഴിഞ്ഞ് ഒരുപാട് കഴിഞ്ഞിട്ടും അവനെ കാണാത്തതുകൊണ്ട് തിരികെ പോകാമെന്ന് തോങ് പലതവണ പറഞ്ഞെങ്കിലും അവൻ വരുമ്പോൾ അവിടെ ഇല്ലെങ്കിൽ എന്ത് മറുപടി നൽകും എന്ന് പറഞ്ഞ് അവിടെ തന്നെ കാത്തിരിക്കുന്നു. മഴ പെയ്തത് കാരണം ദുബായ്ക്ക് വഴിയൊരിടത്ത് കയറി നിൽക്കേണ്ടി വരുന്നതിനാൽ അവർ പിന്നെയും താമസിക്കുന്നു. മഴ പെയ്തിട്ട് പോലും ഇല്ലു കുടയും പിടിച്ചുകൊണ്ട് അവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നു. അവസാനം നേരം ഇരുട്ടി കാവൽക്കാർ ഗേറ്റ് അടച്ചപ്പോഴാണ് അവർ തിരികെ പോയത്. മഴ കുറച്ച് കുറഞ്ഞപ്പോൾ ദുബ അവിടെ എത്തുന്നു. ഗേറ്റ് അടച്ചിരിക്കുന്നത് കണ്ട് തിരികെ പോകാമെന്ന് കാവ് അവനോട് പറഞ്ഞെങ്കിലും അത് സമ്മതിക്കാതെ മതിൽ ചാടി അവർ അകത്തേക്ക് പോകുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.